കൊലപാതകം കേട്ട് കേൾവിയില്ലാത്തൊരു വാക്കാണ് നമ്മളെ സംബന്ധിച്ച്. മധുവിധു ആഘോഷിക്കാൻ പോയ ഭർത്താവും ഭാര്യയും. ഭർത്താവിനെ വാടക കൊലയാളികൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു ഭാര്യ സോനം. 4 അംഗ സംഘം അറസ്റ്റിലായിട്ടുണ്ട്. ഇതിലെ ഒരാളുമായി സോനം അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ചിറാപുഞ്ചിയിലെ മലയിടുക്കിൽ നിന്നാണ് ഭർത്താവ് രാജ രഘുവൻഷിയുടെ മൃതദേഹം കണ്ടെടുത്തത്. എന്താണ് ഈ മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകം? ആദ്യം അത് നോക്കാം. മേഘാലയ ഹണിമൂൺ കൊലപാതകം. നവവരനെ കൊന്ന നവവധു. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച വിനോദയാത്ര. 20 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു. ആദ്യ ഗഡു 50,000 രൂപ കൈമാറി. മേഘാലയയിലേക്ക് പോയത് മെയ് 20-ന്, വിവാഹം മെയ് 11-ന്. യാത്രാ വിവരങ്ങൾ മുഴുവൻ സോനം പ്രതികൾക്ക് കൈമാറി. സോനം നൽകിയ വിവരമനുസരിച്ച് പ്രതികളെത്തി ആക്രമിച്ചു. ആദ്യം അവശത നടിച്ച സോനം മൃതദേഹം കൊക്കയിലേക്ക് എറിയാനും പ്രതികളെ സഹായിച്ചു. ഇനി ഹണിമൂൺ കൊലപാതകത്തിന്റെ പ്ലാനിംഗ്, ഗൂഢാലോചന, ആസൂത്രണം അതെങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. വെറും 24 വയസ്സ് മാത്രമുള്ള സോനമാണ് കൊലപാതകം മുഴുവൻ ആസൂത്രണം ചെയ്തത്. പിടിയിലായ 4 പേരിൽ ഒരാളുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. സോനത്തിന്റെ കുടുംബ ബിസിനസ്സുകളുടെ അക്കൗണ്ടന്റ് രാജ് കുഷ്വാഹ. രാജ രഘുവൻഷിയുമായുള്ള വിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന സോനം അക്കാര്യം കുടുംബത്തെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രണയബന്ധം സമുദായ പ്രശ്നം പറഞ്ഞ് കുടുംബം എതിർത്തു. ട്രിപ്പ് പ്ലാൻ ചെയ്തതും ബുക്ക് ചെയ്തതും സോനം തന്നെയാണ്. ദമ്പതികൾക്ക് തൊട്ടു പിന്നാലെ കൂട്ടുപ്രതികളും മേഘാലയയിലെത്തി. സോനത്തിന്റെ നിർബന്ധപ്രകാരം വിവാഹ ആഭരണങ്ങൾ അണിഞ്ഞായിരുന്നു ദമ്പതികളുടെ യാത്ര. മോഷണ ശ്രമത്തിനിടെ കൊലപാതകമെന്ന് വരുത്തി തീർക്കാൻ. തന്നെ മയക്കി എന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് സോനം ആദ്യം നൽകിയ മൊഴിയും അതുതന്നെയായിരുന്നു. ഇനി അറിയേണ്ടത് ഈ പ്രതികളിലേക്ക് ഈ സോനമാണ് പ്രതി എന്ന് പോലീസ് എങ്ങനെ കണ്ടെത്തി എന്നാണ്. സോനത്തെ 3 പുരുഷന്മാർക്കൊപ്പം കണ്ടുവന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയാണ് കേസിലെ വഴിത്തിരിവ്. കൊലപാതകം കഴിഞ്ഞ 16 ദിവസത്തിന് ശേഷമാണ് സോനം പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ഹണിമൂൺ ചിത്രങ്ങളൊന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നില്ല. മധ്യപ്രദേശിലും മേഘാലയയിലും ഇത് വലിയ ചർച്ചയായി. മുഖ്യമന്ത്രിമാർ വരെ ഇടപെട്ടു. മേഘാലയയിൽ നിന്ന് ഇൻഡോറിലെത്തിയ സോനം ദേവാസ് നാഗ പ്രദേശത്തെ വാടക ഫ്ളാറ്റിൽ താമസിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. പ്രതികളിൽ ഒരാളായ വിശാലിന്റെ വീട്ടിൽ നിന്ന് രാജ രഘുവംശി കൊല്ലപ്പെട്ട ദിവസത്തെ വസ്ത്രങ്ങളും കണ്ടെത്തി. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. 20 അംഗ ടീമാണ്. എങ്ങനെയായിരിക്കും ഇനി കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്? സോനം രഘുവൻഷി ഉൾപ്പെടെ 5 പ്രതികളുടെയും ട്രാൻസിറ്റ് കസ്റ്റഡി മാറ്റി പോലീസ് കസ്റ്റഡിയിലേക്കാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കാണ്. നിലവിൽ പോലീസിന്റെ പക്കലുള്ളത് ഡിജിറ്റൽ തെളിവുകളും അതുപോലെ സാഹചര്യ തെളിവുകളും മൊഴികളും മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ്, തെളിവുകളാണ് ഇനി പോലീസിന് ആവശ്യമുള്ളത്. അതിന് സോനത്തെ ഉൾപ്പെടെയുള്ള ആ കൂട്ടുപ്രതികളെയും എല്ലാവരെയും ഈ ക്രൈം സീനിലടക്കം കൊണ്ടുപോയി ഒപ്പം ഇവർ തങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലും റൂമുകളിലും ഹോട്ടലുകളിലും എല്ലാം പോയി തെളിവെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ സോനത്തെയും സോനത്തിൻ്റെ സംഘത്തെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പോലീസ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്തിനീ കൊലപാതകം നടത്തി എന്നുള്ള കാര്യമാണ്. പോലീസ് നിലവിൽ വിശ്വസിക്കുന്നത് സോനത്തിൻ്റെ കാമുകൻ രാജ് കുഷ്വാഹയ്ക്കൊപ്പം ജീവിക്കാൻ വേണ്ടി അവൾ ഭർത്താവിനെ കൊന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് 2 ചില ആരോപണങ്ങൾ കൂടി, വാദങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. രണ്ടും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന്, ശനിദശ തീർക്കാൻ വേണ്ടി സോനം തൻ്റെ ആദ്യ ഭർത്താവിനെ വധിച്ചു എന്നുള്ളത്. രണ്ടാമത്തേത്, ദുർമന്ത്രവാദം നടത്തുന്നുണ്ട് സോനം, അതിൻ്റെ ഭാഗമായി നരബലി ചെയ്തതാണ് എന്നുള്ള 2 വാദങ്ങൾ കൂടി. ഒന്ന്, സോനത്തിന്റെ തന്നെ സഹോദരൻ ഉന്നയിക്കുന്നതാണ് ഇതിൽ ശനിദശ എന്നുള്ളത്. രണ്ടാമത്തേത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ.